In the previous class, we discussed about what is position vector, what is displacement vector. So today we deals with some vector operation, that is addition, multiplication, etc. So first we are going to vector addition. Vector addition. When we dealing with the scalars, we are just adding these two magnitudes and we get the sum. But in the case of vectors, apart from magnitude, we should consider direction also. So when we add two vectors, that is suppose A is a vector and we add this A to vector B, then we get the sum. And this sum is called resultant. And this sum is called resultant. Which means that when we add two vectors, that is vector A and B, and the sum or the result is called the resultant. Then the resultant is also a vector. It have both magnitude and direction. അപ്പോൾ നമ്മൾ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിസൾട്ടന്റ് എന്ന് പറയുന്നത്. വെക്ടർ സമ്മിനെയാണ് നമ്മൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് എന്തായിരിക്കും? ഒരു വെക്ടർ തന്നെയായിരിക്കും. അതിനും എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും. ഇനി നോക്ക്, നമ്മൾ ഈ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സം അല്ലേ? സോ ആ റിസൾട്ടന്റ് അല്ലെങ്കിൽ ആ ഒരു വെക്ടർ, റിസൾട്ടന്റ് വെക്ടറിന് ഈ രണ്ട് വെക്ടേഴ്സിന്റെയും പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ഇഫക്റ്റ് ക്യാരി ചെയ്യുന്ന വെക്ടർ ആയിരിക്കും എന്ത്? നമ്മുടെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. സോ ഇനി ശരിക്കും വെക്ടർ അഡീഷന് മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ജോമെട്രിക്കൽ മെത്തേഡ്, രണ്ട് അനലിറ്റിക്കൽ മെത്തേഡ്. അപ്പൊ ഈ ജോമെട്രിക്കൽ മെത്തേഡിൽ തന്നെ നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉണ്ട്, ദെൻ പോളിഗൺ ലോ ഉണ്ട്. പക്ഷെ അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊരു മാഗ്നിറ്റ്യൂഡ് കാണും, പിന്നെ ഡയറക്ഷനും കാണാനുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ജോമെട്രിക്കൽ മെത്തേഡ്. ജോമെട്രിക്കൽ മെത്തേഡിലുള്ള ഫസ്റ്റ് മെത്തേഡാണ് ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ട്രയാങ്കിൾ ലോ എന്ന് പറയുന്നത്, സപ്പോസ് നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഈ വെക്ടർ എയും വെക്ടർ ബിയും ഒരു ട്രയാങ്കിളിന്റെ ടു സൈഡ്സ് ആണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? തേർഡ് സൈഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ. അതായത് വെക്ടർ എ എന്ന് പറയുന്നത് വെക്ടർ ബി എന്ന് പറയുന്നതും ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ആണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ തേർഡ് സൈഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്ക്, ഈ വെക്ടർ എയും വെക്ടർ ബിയും ഒരേ ഡയറക്ഷനിലല്ലേ? അതായത് ഒരു വെക്ടറിന്റെ ഹെഡിൽ നിന്ന് മറ്റേ വെക്ടറിന്റെ ടെയിൽ വന്നു. ദിസ് ഈസ് ദ ഡയറക്ഷൻ. ബട്ട് വാട്ട് അബൌട്ട് റിസൾട്ടന്റിന്റെ നോക്ക്, ഹാവ് ദ റിവേഴ്സ് ഡയറക്ഷൻ അല്ലേ? അതായത് വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും റിവേഴ്സ് ഡയറക്ഷനിലാണ് എന്ത്? നമ്മുടെ റിസൾട്ടന്റ് ഉള്ളത്. സോ ഇതാണ് എന്ത്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ദെൻ സെക്കൻഡ് വൺ ഈസ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇവിടെ പറയുന്നത് നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, and these two vectors are the adjacent sides of a parallelogram. നമ്മുടെ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. ഈ രണ്ട് വെക്ടേഴ്സും എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ് ആണ്. ദാറ്റ് ഈസ് വെക്ടർ എ ആൻഡ് ദിസ് ഈസ് വെക്ടർ ബി സൈഡ് ആണെങ്കിൽ then complete this parallelogram. Then the resultant എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആ പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും. ദിസ് ഈസ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അതേപോലെ നിങ്ങൾ നോക്ക്, എയും ബിയും രണ്ട് സൈഡ്സ് ആണ് പാരലലോഗ്രാമിന്റെ. ദെൻ റിസൾട്ടന്റ് നോക്ക്, റിസൾട്ടന്റും ആ സെയിം പോയിന്റ് നിന്ന് ആണ് റിസൾട്ടന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്താണ്? വെക്ടർ എയുടെയും ബിയുടെയും റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ അത് പാരലലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഡയഗണലിലായിരിക്കും അതിന്റെ റിസൾട്ടന്റ് ഉണ്ടാവുക. ദെൻ
ഇപ്പൊ ഇവിടെയൊക്കെ ഈ രണ്ട് കേസിൽ നമ്മൾ 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി മോർ ദാൻ 2, അതായത് രണ്ടിൽ കൂടുതൽ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ജോമെട്രിക്കൽ മെത്തേഡിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സപ്പോസ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. അതായത് ദിസ് ഈസ് വെക്ടർ എ, ദിസ് ഈസ് വെക്ടർ ബി, and this is vector C, this is vector D, CD. അപ്പൊ നമുക്ക് ഈ 4 വെക്ടേഴ്സിനെയും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം. അതായത് വെക്ടർ എയും വെക്ടർ ബിയും ആദ്യം 2 വെക്ടർ മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ട്രയാങ്കിൾ പോലെയാണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലെ. ഇതിന്റെ റിസൾട്ടന്റ് ദാറ്റ് ഈസ് A plus B, ഇതായിരിക്കും അതിന്റെ റിസൾട്ടന്റ്. ദെൻ ഇനി നോക്കൂ, ഇതൊരു വെക്ടർ ആണ്, ഇതും ഒരു വെക്ടർ ആണ്. ദെൻ ട്രയാങ്കിൾ ലോ വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ റിസൾട്ടന്റ് അല്ലെ. അതായത് A plus B plus C, ഇത് എന്ന് പറഞ്ഞാൽ A plus B plus C. ദെൻ നോക്ക്, A plus B plus C എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്, ദിസ് ഈസ് ഓൾസോ എ വെക്ടർ. ദെൻ ഈ D എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ് അല്ലെ. അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് തേർഡ് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ, ഇതായിരിക്കും അതിന്റെ റിസൾട്ടന്റ്. ദാറ്റ് ഈസ് C is equal to എന്താണ്, A plus B plus C plus റിസൾട്ടന്റ് R, C plus D. അപ്പൊ നമുക്ക് ഒരു പോളിഗൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോർ ദാൻ 2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു പോളിഗൺ അല്ലെങ്കിൽ ഈ രൂപത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോളിഗൺ ലോ വെച്ചിട്ട് എന്തായിരിക്കും അതിന്റെ ക്ലോസിംഗ് സൈഡ്, ആ പോളിഗൺ ക്ലോസ് ചെയ്യുന്ന സൈഡ് ആയിരിക്കും എന്ത് അതിന്റെ റിസൾട്ടന്റ്. അപ്പൊ നമുക്കത് ട്രയാങ്കിൾ ലോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു പോരാൻ പറ്റും. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക ട്രയാങ്കിൾ ലോയും പാരലോഗ്രാം ലോയുമാണ്. അപ്പൊ ഈ 3 മെത്തേഡാണ് നമ്മുടെ ജോമെട്രിക്കൽ മെത്തേഡ്. ദെൻ വി ആർ ഗോയിങ് ടു അനലിറ്റിക്കൽ മെത്തേഡ്. നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡിലേക്ക് പോകാം. അപ്പൊ അനലിറ്റിക്കൽ മെത്തേഡിൽ അവിടെ നമുക്ക് 2 വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന കാര്യം നോക്കാം. സോ സപ്പോസ് A and B are the vectors. നമുക്ക് A, B എന്ന് പറയുന്ന 2 വെക്ടേഴ്സ് ഉണ്ട്. This is A and this is B. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനെയും എന്താക്കാം, 2 sides of a parallelogram ആക്കാം. Then നമുക്ക് ഈ parallelogram complete ചെയ്യാം. This is the parallelogram. Then this is the parallelogram. Then നമുക്ക് പേര് കൊടുക്കാം O, P, Q, R. Then what is the resultant of this vector A and B? That is എയും ബിയും എന്താണ്, ഈ ഒരു പാരലോഗ്രാമിന്റെ 2 adjacent sides ആണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും എന്ത്, അല്ലെങ്കിൽ ഡയഗണൽ ആയിരിക്കും അതിന്റെ റിസൾട്ടന്റ്. സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് C. ഇതാണ് എന്ത്, നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഇവിടെ R-ൽ നിന്ന് നമുക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. S. Then ഈ റിസൾട്ടന്റും നമ്മുടെ വെക്ടർ എയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. ഹിയർ ഈ ആംഗിൾ ആണ് തീറ്റ. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ. ദെൻ we consider a triangle that is OSR. We consider the triangle OSR. So triangle, അപ്പൊ നമ്മുടെ A എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ ഒരു റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ഇക്വേഷന് ഡിറൈവ് ചെയ്യാണ്. സോ കൺസിഡർ ട്രയാങ്കിൾ OSR. Applying Pythagoras theorem, we know that അതായത് റിസൾട്ടന്റ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്, OS സ്ക്വയർ പ്ലസ് SR സ്ക്വയർ അല്ലെ, പൈതഗോറസ് തിയറം വെച്ച്. അപ്പൊ റിസൾട്ടന്റ് C സ്ക്വയർ, അതായത് C സ്ക്വയർ ഈക്വൽ ടു എന്താണ്, C സ്ക്വയർ ഈക്വൽ ടു OS സ്ക്വയർ പ്ലസ് SR സ്ക്വയർ അല്ലെ. OS സ്ക്വയർ അല്ലെങ്കിൽ C സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം, OR സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. OR സ്ക്വയർ ഈക്വൽ ടു OS സ്ക്വയർ പ്ലസ് SR സ്ക്വയർ. Then നിങ്ങൾ നോക്കൂ, ഈ OS എന്ന് പറയുന്ന ഈ ഒരു ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ, അതായത് OP പ്ലസ് PS അല്ലേ OS എന്ന് പറയുന്നത് അല്ലേ. OP പ്ലസ് PS ആണ് എന്ത്, OS. Then ഈ OS-ന് പകരം നമുക്ക് എന്ത് എഴുതാം, OP പ്ലസ് PS then whole square plus SR square.
Then expanding this bracket by using a plus b whole square. A plus b whole square വെച്ചിട്ട് നമുക്കത് expand ചെയ്യാം. That is OP square plus PS square plus 2 into OP into PS plus SR square. Then നിങ്ങൾ നോക്ക് ഇവിടെ ഈ ഒരു PS square ഉണ്ട് അല്ലേ? PS square ഈ ഒരു ടേം ഉണ്ട്. then SR square ഉണ്ട് അല്ലേ? SR square ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റില്ലേ? കാരണം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയതുകൊണ്ട് തന്നെ PS square plus SR square എന്താണ്? PR square ആണ് അല്ലേ? അപ്പൊ നമുക്ക് അതിന് പകരം എന്ത് എഴുതാം? അതായത് OP square അതുപോലെ എഴുതാം. then ഈ PS squareനെയും SR squareനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അതായത് PS square plus SR square equal to PR square. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? PR square എഴുതിക്കൂടെ? that is plus PR square plus 2 into OP into PS. then നിങ്ങൾ നോക്ക് ഇവിടെ ഈ ഒരു ട്രയാംഗിൾ അതായത് ട്രയാംഗിൾ PSR കൺസിഡർ ചെയ്യാം. അതിൽ നിന്ന് കോസ് തീറ്റ എന്താണെന്ന് എഴുതാം. കൺസിഡർ ട്രയാംഗിൾ PSR then cos theta equal to opposite side by cos theta is equal to adjacent side by hypotenuse. That is PS divided by PR. Cos theta is equal to adjacent side by hypotenuse ആണ്. So PS divided by PR. Then here ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? PS ന്റെ ഒരു ഇക്വേഷൻ എഴുതിക്കൂടെ? PS equal to PR cos theta. Here PS equal to PR cos theta. PS equal to PR cos theta. Then നമുക്ക് ഈ PS നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? OR square equal to OP square അതുപോലെ എഴുതാം. OP square plus PR square plus 2 into OP into ഈ PS ന് എന്തെന്ന് കൊടുക്കാം? PR cos theta എന്ന് കൊടുക്കാം. PR cos theta. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും വെക്ടേഴ്സ് അതായത് OPക്ക് പകരം എന്ത് എഴുതാം? OP എന്ന് പറഞ്ഞാൽ വെക്ടർ A അല്ലേ? അങ്ങനെ അത് ഓരോ ടേമും നമുക്ക് റീപ്ലേസ് ചെയ്യാം. then OR square എന്ന് പറഞ്ഞാൽ OR square that is C square അല്ലേ? വെക്ടർ C square equal to OP square എന്ന് പറഞ്ഞാൽ എന്താ? OP square എന്ന് പറഞ്ഞാൽ വെക്ടർ A അല്ലേ? അപ്പോൾ A square വെക്ടർ A square plus A square. then PR square എന്ന് പറഞ്ഞാലോ? PR square എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് PR square എന്താ? ഇത് OQ എന്ന് പറഞ്ഞാൽ B ആണ് അല്ലേ? അപ്പോൾ B അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ PR? അപ്പോൾ ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കില്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? ഈ PR ന് പകരം B എന്ന് എഴുതിക്കൂടെ? then B square plus 2 into OP എന്ന് പറഞ്ഞാൽ എന്താ? A into PR B cos theta. സോ നമ്മുടെ ഇക്വേഷൻ എന്ത്? C square ആണ് കേട്ടോ. then വെക്ടർ C equal to എന്താണ്? root of A square plus B square plus 2AB cos theta. So this is the resultant. അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? root of A square plus B square plus 2AB cos theta. അപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആയി. then നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡയറക്ഷൻ. അതിനു വേണ്ടിയിട്ട് നമുക്ക് പറയാം alpha be the angle between resultant and the vector A അല്ലേ? then നമുക്ക് എന്ത് ചെയ്യാം? tan alpha കണ്ടുപിടിക്കാം. tan alpha നമുക്ക് consider the triangle. നമുക്ക് triangle ഏത്? OSR കൺസിഡർ ചെയ്യാം. then tan alpha എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? SR divided by adjacent side of OS. കാരണം ഈ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് OS അല്ലേ? then നമുക്ക് നേരത്തെ ചെയ്ത പോലെ SR അതുപോലെ എഴുതാം.
OS എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത് OS എങ്ങനെ എഴുതാം, OP പ്ലസ് PS അല്ലേ, OP പ്ലസ് PS. നോക്ക്, നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ PSR എഗെയിൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിൽ സൈൻ തീറ്റ എന്താ നോക്കാം. കൺസിഡറിങ് ട്രയാങ്കിൾ PSR, then sin theta equal to, sin theta എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ്. അപ്പോൾ അതായത് RS divided by PR, RS divided by PR ആണ്. then RS equal to, ഇതിൽ നിന്ന് RS എന്ന് പറഞ്ഞാൽ എന്താണ്, RS equal to PR sin theta, RS equal to PR sin theta. then നമുക്ക് എന്ത് ചെയ്യാം, ഈ കിട്ടിയ ഈ ഒരു റിസൾട്ടും PS equal to PR cos theta, ഇത് രണ്ടും നമുക്ക് ഈ ഒരു ഇക്വേഷൻ tan ആൽഫയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമ്മൾ ഇക്വേഷൻ എന്തായി, tan ആൽഫ ഈക്വൽ ടു RS, RS എന്ന് പറഞ്ഞാൽ എന്താണ്, PR sin theta അല്ലേ, PR sin theta ഡിവൈഡഡ് ബൈ OP അതുപോലെ തന്നെ എഴുതാം, പ്ലസ് OP പ്ലസ് PS എന്താണ്, PR cos theta, PR cos theta. then ഈ PR എന്ന് പറഞ്ഞാൽ എന്താണ്, PR എന്ന് പറഞ്ഞാൽ വെക്ടർ B അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് ഇത് വെക്ടർ B ആണെങ്കിൽ ഇത് വെക്ടർ B ആയിരിക്കും. സോ B sin theta divided by OP that is vector A plus PR cos theta എന്ന് പറഞ്ഞാൽ PR എന്താണ്, PR equal to vector B sin theta, vector B cos theta അല്ലേ, കാരണം PR cos theta എന്നല്ലേ, vector B cos theta. സോ നമുക്ക് tan ആൽഫ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടി, tan ആൽഫ equal to B sin theta divided by A plus B cos theta. then alpha equal to tan inverse of B sin theta divided by A plus B cos theta. so this is the direction അല്ലേ, ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആറിന്റെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടും അല്ലേ, ആംഗിൾ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ സിയുടെ ഡയറക്ഷനും മാറും. സോ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡിലൂടെ നമുക്കൊരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കാണാം. അതുപോലെ ഡയറക്ഷൻ നമുക്ക് ഈ ഒരു മെത്തേഡിലും കൂടെ കാണാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വെക്ടർ അഡീഷൻ ആണ്, ജോമെട്രിക്കൽ മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും. അപ്പം ജോമെട്രിക്കൽ മെത്തേഡിൽ 3 മെത്തേഡ് ഉണ്ട്, അനലിറ്റിക്കൽ മെത്തേഡിൽ നമുക്ക് കിട്ടി റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് C equal to root of A square plus B square plus 2AB cos theta ആണ്. then അതിന്റെ ആംഗിൾ അല്ലെങ്കിൽ ഡയറക്ഷൻ നമുക്ക് ആൽഫ കിട്ടിയാൽ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ equal to tan inverse of B sin theta divided by A plus B cos theta. Okay, thank you.